ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. ഒന്നാമത്തത് LBS നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ഡേറ്റ്സുകളെ കുറിച്ചിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് നോക്കാൻ പോകുന്നത് +2 സയൻസ് എടുത്തവർക്ക് ഏറ്റവും പഠിക്കാൻ പറ്റിയ ഏറ്റവും സ്കോപ്പ് ഉള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ദ വീഡിയോ. ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും LBS നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അത് അറിഞ്ഞവർക്ക് ഒന്നും കൂടി ഒരു അപ്ഡേഷന് വേണ്ടിയിട്ടും അതേപോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമുക്ക് ഓൾമോസ്റ്റ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും LBS രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ജൂൺ 13 വരെ ആയിരുന്നു ന്യൂ രജിസ്ട്രേഷൻ തുടങ്ങാനുള്ള ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 13 ആയിരുന്നു. അപ്പോ ജൂൺ 13 ശേഷം നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ജൂൺ 17 ആണ് നമ്മുടെ ഫൈനൽ സബ്മിഷൻ ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് ജൂൺ 13 വരെ ആരൊക്കെ ന്യൂ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റ് ആണ് ജൂൺ 17 ആയിരിക്കും ഫൈനൽ സബ്മിഷൻ ഡേറ്റ്. അടുത്ത ഇമ്പോർട്ടന്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ജൂൺ 28 ആണ്. അതായത് ഈ ജൂൺ 28 വരെ നമ്മൾ സബ്മിറ്റ് ചെയ്ത നമ്മുടെ എല്ലാ ഇൻഫോർമേഷൻസും ഡാറ്റാസ് എല്ലാം വെരിഫൈ ചെയ്യുന്ന ഡേറ്റ് ആണ് ജൂൺ 28 വരെ. ജൂൺ 28 നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റസ് അപ്ഡേറ്റ് അവിടെ വന്നിട്ടുണ്ടാവും. അതായത് എന്തെങ്കിലും റീമാർക്സ് ഉണ്ടോ, നമ്മളിപ്പോ എന്തെങ്കിലും കൊടുത്ത എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ജൂൺ 28 നമ്മുടെ സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കാം. അതായത് നമ്മുടെ വെരിഫിക്കേഷൻ സ്റ്റേറ്റസ് അപ്ഡേറ്റ് ആയിരിക്കും ജൂൺ 28 നമുക്ക് കാണാം. അടുത്ത ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ് ജൂലൈ 4. അതായത് ജൂൺ 28 നമ്മുടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോ ആ ടൈം മുതൽ ജൂൺ 28 തൊട്ട് ജൂലൈ 4 വരെ നമുക്ക് നമ്മുടെ എന്താണോ റിമാർക്ക് വന്നിരിക്കുന്നത് അത് കറക്ഷൻ ചെയ്യാനുള്ള ഡേറ്റ് ആണ് ജൂൺ 28 ജൂലൈ 4 എന്ന് പറയും. അതായത് നമ്മളിപ്പം എന്തെങ്കിലും നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന ഡാറ്റാസിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, അതേപോലെ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് എന്തെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ജൂൺ 28 ടു ജൂലൈ 4 ആ ഡേറ്റിനുള്ളിൽ നമുക്ക് ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് നമ്മുടെ എറേഴ്സ് എല്ലാം കറക്ഷൻ എല്ലാം റെക്ടിഫൈ ചെയ്യാവുന്ന ഒരു ഡേറ്റ് ആണ് ജൂൺ 28 ടു ജൂലൈ 4 വരെ ഉള്ളത്. അടുത്തതാണ് ജൂലൈ 15. അതായത് ആ ഡേറ്റില് നമ്മൾ നേരത്തെ സബ്മിറ്റ് ചെയ്ത എല്ലാ ഡാറ്റാസും എല്ലാം വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ആണ് ജൂലൈ 15. നമ്മുടെ എല്ലാ ഡാറ്റാസും അവർ വെരിഫൈ ചെയ്ത് നമ്മുടെ മാർക്ക് എല്ലാം വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ഏത് റാങ്കിലാണോ വരുന്നത് ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ആണ്. അതൊരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ആണ് ജൂലൈ 15. അടുത്തത് ജൂലൈ 18 ആണ്. അതായത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 15 ആയിരിക്കും. ആ ജൂലൈ 15 ടു ജൂലൈ 18 ആ ഡേറ്റ് വരെ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് ആണ്. അതായത് നമ്മൾ ഏത് കോഴ്സുകളൊക്കെയാണോ നമ്മൾ ഓപ്ഷൻ വെക്കുന്നത്, അതേപോലെ തന്നെ ഏതൊക്കെ കോളേജിലേക്കാണ് നമ്മൾ ഓപ്ഷൻ വെക്കുന്നത്, ഇതെല്ലാം നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഡേറ്റ് ആണ് ജൂലൈ 15 ടു ജൂലൈ 18. ജൂലൈ 18 ഒരു 5 o'clock ഈവനിങ് 5 o'clock വരെ ആയിരിക്കും നമുക്ക് ഇതെല്ലാം ഓപ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉള്ളത്. സോ ജൂലൈ 15 ടു ജൂലൈ 18 നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് വേണോ അതുപോലെ തന്നെ ഏത് കോളേജിലൊക്കെയാണ് വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ് ആ ഒരു ടൈം. അതിനാണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ 19 ആണ്. അതായത് ആ ഡേറ്റിനായിരിക്കും ട്രയൽ LBS അലോട്ട്മെന്റ് വരുന്നത്. അതിനുശേഷം ജൂലൈ 23 LBS ഫസ്റ്റ് അലോട്ട്മെന്റ് ഡേറ്റ് വരും. ഫസ്റ്റ് അലോട്ട്മെന്റ് ഡേറ്റ് ആണ് ജൂലൈ 23 എന്ന് പറയുന്നത്. ആ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾ വെച്ച കോഴ്സ് അനുസരിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ആ അലോട്ട്മെന്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ജൂലൈ 23 ടു ജൂലൈ 27 വരെ നിങ്ങൾക്ക് ഏതാണോ കോളേജ് കിട്ടിയ ആ കോളേജിലേക്ക് നിങ്ങൾക്ക് പോയി അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് ആണ് ജൂലൈ 23 ടു ജൂലൈ 27. അതിനുശേഷം ജൂലൈ 29 ആണ് LBS സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത്. അതേപോലെ തന്നെ ഓഗസ്റ്റ് 2 LBS തേർഡ് അലോട്ട്മെന്റ് വരും. ഇതൊക്കെയാണ് LBS നോട്ടിഫിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റ്സുകൾ. സോ ഇതൊക്കെ നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ മെമ്മറിയിൽ സൂക്ഷിച്ചോളുക. ഈ ഡേറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം കുറെ പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചില ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾ ഓരോ ഡേറ്റ് അനുസരിച്ച് എന്തൊക്കെ എററാണോ നിങ്ങൾ വരുത്തിയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് +2 സയൻസ് കഴിഞ്ഞവർക്ക് എടുക്കാൻ പറ്റിയ നല്ല സ്കോപ്പ് ഉള്ള പ്രൊഫഷണൽ കോഴ്സസുകൾ ഏതൊക്കെയാണെന്നാണ്.
ഏറ്റവും ആദ്യം പറയാനുള്ളത് ഇപ്പം +2 കഴിഞ്ഞ് നമുക്ക് നീറ്റിന് പോവാം. റിപ്പീറ്റ് ചെയ്ത നീറ്റ് കോച്ചിങ്ങിന് പോയിട്ട് നമുക്ക് MBBS അതേപോലെ തന്നെ BDS, അഗ്രികൾച്ചർ, ഫോറൻസിക് അങ്ങനെ ഒത്തിരി കോഴ്സസുകൾ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അതല്ലാണ്ട് നമുക്കൊരു ബാച്ചിലർ ഡിഗ്രീസ് ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അതിൽ ആദ്യം വരുന്നതാണ് BSc നഴ്സിംഗ്. അതായത് നഴ്സിംഗ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗും നമുക്ക് എടുക്കാൻ പറ്റും. മെയിൻലി നമുക്ക് BSc നഴ്സിംഗ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ടോട്ടൽ 4 ഇയർ കോഴ്സ് ആണ്. അതിൽ 8 സെമസ്റ്റർ ആണ് വരുന്നത്. ലാസ്റ്റ് സെം എന്ന് പറയുന്നത് നമുക്ക് ഇന്റേൺഷിപ്പ് ആണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സെമ്മും 6 മന്ത് വെച്ചിട്ടായിരിക്കും ഓരോ സെമ്മിന്റെയും ഡ്യൂറേഷൻ വരുന്നത്. അറിയാലോ, നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹോളിസ്റ്റിക് കെയർ കൊടുക്കുന്ന ഒരു കോഴ്സാണ് നഴ്സിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അടുത്തത് BPT ആണ്. അതായത് ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി. അതായത് ഇപ്പൊ എന്തെങ്കിലും ഇഞ്ചുറീസ് അതേപോലെ എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ബോഡി ഫങ്ഷൻസ് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നവരാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നതിനാണ് BPT, ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ. അടുത്തത് BSc MIT, അതായത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. നമ്മുടെ എക്സ്റേ, CT സ്കാൻ അതിനെ കുറിച്ച് പഠിക്കുന്നതാണ് BSc MIT. അടുത്തത് BSc ATOT, അതായത് അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. മെയിൻലി അനസ്തേഷ്യനെ കുറിച്ചും അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലെ ടെക്നോളജീസിനെ കുറിച്ചിട്ടാണ് BSc ATOT പഠിക്കാനുള്ളത്. അടുത്തത് BSc MLT ആണ്. അതായത് ബാച്ചുലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. അതായത് അതിനകത്ത് പലതരം ഡിസീസുകളെ ഡയഗ്നോസിസ്, അതിന്റെ പ്രിവെൻഷൻ, അതിന്റെ ട്രീറ്റ്മെന്റ്സ്, അതേപോലെ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലബോറട്ടറി ഏരിയനാണ് നമ്മൾ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുമ്പോൾ BSc MLT. അടുത്തത് BCVT, അതായത് ബാച്ചുലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി. ഇത് മെയിൻലി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഹാർട്ട് പ്രോബ്ലംസ്, അതേപോലെ അതിന്റെ ഫങ്ഷൻസ്, കാത്ത് ലാബ് ഒക്കെ ഇതിന്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് BSc ഡയാലിസിസ് ടെക്നോളജി. അറിയാലോ, ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി റിലേറ്റഡ് ആണ്. സോ അതും ഒരു നല്ലൊരു സ്കോപ്പുള്ള കോഴ്സാണ്. അടുത്ത കോഴ്സ് BSc ഒപ്റ്റോമെട്രി ആണ്. അത് മെയിൻലി റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ, നമ്മുടെ വിഷൻ, ഐ ഫങ്ഷൻസ് അതിനെയാണ് മെയിൻലി റിലേറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി. അടുത്തത് BSc RCT, അതായത് റെസ്പിറേറ്ററി കെയർ ടെക്നോളജി. ഇത് മെയിൻലി റിലേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് റെസ്പിറേറ്ററി ഫങ്ഷൻസ്, ലങ്സ്, അതേപോലെ തന്നെ നമ്മൾ റെസ്പിറേഷൻ ഉപയോഗിക്കുന്ന മെഷീൻസ് അതിനെ കുറിച്ച് പഠിക്കുന്നതാണ് റെസ്പിറേറ്ററി കെയർ ടെക്നോളജി. അടുത്തത് BSc പെർഫ്യൂഷൻ ടെക്നോളജി, അതായത് ലങ്സ്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതിന്റെ ഫങ്ഷൻസ് അതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് ബാച്ചുലർ ഓഫ് പെർഫ്യൂഷൻ ടെക്നോളജി. അടുത്തത് ഒരു കോഴ്സാണ് BOT, അതായത് ബാച്ചുലർ ഓഫ് ഒക്യുപ്പേഷൻ തെറാപ്പി. ഇത് വേൾഡ് വൈഡ് സ്കോപ്പ് ഉള്ള ഒരു കോഴ്സാണ്. അടുത്ത കോഴ്സാണ് ബാച്ചുലർ ഓഫ് ന്യൂറോ ടെക്നോളജി. ഈ കോഴ്സിൽ മെയിൻലി നമ്മുടെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസിനെയാണ്, അതായത് നെർവസ് സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ കോഴ്സ് വരുന്നത്, ബാച്ചുലർ ഓഫ് ന്യൂറോ ടെക്നോളജി. വേറൊരു കോഴ്സാണ് BASLP, അതായത് ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. അതെന്ന് പറയുമ്പോൾ മെയിൻലി ഈ ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ്, അതേപോലെ തന്നെ സ്പീച്ച് ലാംഗ്വേജ് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന, അവരുടെ കണ്ടീഷൻസിനെ കുറിച്ച്, അവരുടെ ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ്, പ്രിവെൻഷൻ അതിനെല്ലാം കുറിച്ച് പഠിക്കുന്ന ഒരു കോഴ്സാണ് BASLP എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് +2 സയൻസ് പഠിച്ചവർക്ക് ഏറ്റവും സ്കോപ്പുള്ള പഠിക്കാൻ പറ്റിയ പ്രൊഫഷണൽ കോഴ്സസുകൾ. ഇതിന് പുറമെ കോഴ്സസുകൾ ഉണ്ട്, പക്ഷെ കുറച്ചും കൂടെ സ്കോപ്പ് കൂടിയ കോഴ്സസിനെ കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് +2 സയൻസ് പഠിച്ചവർക്ക് പഠിക്കാൻ പറ്റിയൊരു കോഴ്സുകളാണ്. ഇനി +2 കൊമേഴ്സ് പഠിച്ചവർക്കും +2 ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും നമ്മൾ നാളെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് ഓൾ അബൌട്ട് മൈ ടുഡേസ് വീഡിയോ. ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ദിസ് ഇസ് മീ ഹ്യൂമൻ ജോണ സൈനിങ് ഓഫ്.